Hi, welcome to Entria. നമ്മൾ SSC CGയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞ് കുറേ ദിവസമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ഇത് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് അവിടുന്ന് ആ വീഡിയോസൊക്കെ തന്നെ കാണാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആൻഡ് വരാൻ പോകുന്ന SSC CGയുടെ എക്സാമിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രാക്ടീസൊക്കെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുക, ബ്രേക്ക് ചെയ്യാതിരിക്കുക. എന്നുള്ള എക്സാമിന് നമുക്ക് ഇനി ഒരുപാട് സമയമില്ല, നിങ്ങൾക്കറിയാം. ആൻഡ് ഇതിന് മുമ്പുള്ള സെഷൻസ് കണ്ടില്ലാത്തതാണെങ്കിൽ ചാനലിൽ ചെന്ന് ആ സെഷൻസും കാണുക, അതും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇതേപോലത്തെ ഫ്യൂച്ചർ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയും ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റൻസിലേക്ക് പോകാം. നമ്മളിന് മുമ്പ് ഓൾറെഡി കുറേ ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് CGയുടെ. നിങ്ങൾക്ക് റിമൈനിങ് ക്വസ്റ്റൻസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിമൈനിങ് ക്വസ്റ്റൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ റീസണിൻ്റെ ക്വസ്റ്റൻസും ഓൾറെഡി ശില്പ മിസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും അത് കാണാവുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സെഷനിൽ നമുക്ക് ക്വസ്റ്റൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സക്സസീവ് ഡിസ്കൗണ്ട് ഒക്കെ വരുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ലൈക്ക് ഫോർമുലാസ് ഒക്കെ തന്നെ യൂസ് ചെയ്യാതെ തന്നെ വളരെ സിമ്പിൾ ലോജിക്കൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പെർസെൻറ്റേജോ റേഷ്യോയുടെ ഒക്കെ കൺസെപ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ പെട്ടെന്ന് ആൻസർ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. തന്നിരിക്കുന്നത് റിയ കുഡ് നോട്ട് ഡിസൈഡ് between discount of 30% or two successive discounts of 25% and 5%, both given or on shopping of 3,840. What is the difference between both the discount? അപ്പം നമ്മൾ പറയുന്നത് റിയയ്ക്ക് ഒരു രണ്ട് രീതിയിലാണ് ഡിസ്കൗണ്ട്സ് കിട്ടുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട്സ് കിട്ടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയയ്ക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു 30% ഡയറക്റ്റ് ഡിസ്കൗണ്ട് എടുക്കണോ അതോ രണ്ട് സക്സസീവ് ഡിസ്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 25% ഡിസ്കൗണ്ടും പിന്നെ ഒരു 5% ഡിസ്കൗണ്ടും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് ഏത് എടുക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് ഡിസ്കൗണ്ടിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത് എന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? രണ്ടിനെയും സക്സസീവ് ഡിസ്കൗണ്ട് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടിനെയും നെറ്റ് ഡിസ്കൗണ്ട് എടുക്കേണ്ടി വരും. ആ ഡിസ്കൗണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ആൻഡ് ചോദിച്ചിരിക്കുന്നതും ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് അല്ല, ചോദിച്ചിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ആ നമ്പേഴ്സ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന റുപ്പീസ് 3,840 എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് വളരെ ഡയറക്റ്റ്ലി തന്നെ ഡിസ്കൗണ്ട് എത്രയാണ് തന്നിട്ടുണ്ട്, 30% ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ കൈൻഡ് ഓഫ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡിസ്കൗണ്ട് D1 എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിനെ നമുക്ക് ഡയറക്റ്റ്ലി 30% തന്നെ എടുക്കാം. ഇനി രണ്ടാമത്തെ കേസിലുള്ള ഡിസ്കൗണ്ട് നമ്മുടെ രണ്ടാമത്തെ കേസിൽ സക്സസീവ് ഡിസ്കൗണ്ട് ആണ്. അപ്പം സക്സസീവ് ഡിസ്കൗണ്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഡിസ്കൗണ്ട് വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആണ് എടുക്കുന്നത്. നമ്മൾ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസിൻ്റെ കൺസെപ്റ്റ് ലൈക്ക് A+B+AB/100 എന്ന് പറയുന്ന കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതിലും ഡിസ്കൗണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് എടുക്കണം. പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്, നെഗറ്റീവ് എടുക്കണോ പോസിറ്റീവ് എടുക്കണോ എന്ന്. നെഗറ്റീവ് ആണ് എടുക്കേണ്ടത്. എന്നാൽ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യുവാണ്? സാധനത്തിൻ്റെ വില കുറയ്ക്കുവാണ്, ഡിക്രീസ് ചെയ്യുവാണ്. സോ നമുക്ക് മൈനസ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന 25%, 5% നെറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ -25 -5 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 25 × 5/100. സോ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു സക്സസീവ് ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് -25 -5 -30 എന്ന് വരും. ദെൻ പ്ലസ് നമുക്കിവിടെ 25 × 5 125 എന്ന് വരും. സോ 125/100 എന്ന് വരും. ഇനി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 125ഉം 100 കൂടി നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 5/4 എന്ന് വരും. നമ്മളതിനെ 25 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ -30 പ്ലസ് അവിടെ നിന്ന് നമുക്ക് 1.25 എന്ന് വരും. സോ -30 + 1.25 ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ വരും. എന്നിട്ട് ആ വാല്യൂയും 30 കൂടി തമ്മിൽ മൈനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ ഒരു പെർസെൻറ്റേജ് കിട്ടും. ആ പെർസെൻറ്റേജ് ഓഫ് 3,840 കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻസ് നമ്മൾ വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് മൊത്തം സോൾവ് ചെയ്ത് അതിനൊരു ഡെസിമലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം വേസ്റ്റ് ആവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത് രണ്ടും കൂടി അൾട്ടിമേറ്റ്ലി നമുക്ക് മൈനസ് ചെയ്യണമല്ലോ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡിസ്കൗണ്ട് 1ഉം ഈ ഡിസ്കൗണ്ട് 2ഉം നമുക്ക് തമ്മിൽ മൈനസ് ചെയ്യണം. നമ്മളിത് തമ്മിൽ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു +30 ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡിസ്കൗണ്ട് 30 ഉണ്ട്. ഇവിടുത്തെ ഒരു വാല്യൂ എത്ര ഉണ്ട്? -30 ആൻഡ് പ്ലസ് ബാക്കിയുള്ള ആ ഒരു കൺസെപ്റ്റും ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുവാണെങ്കിൽ ഈ വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ 30യും ക്യാൻസൽ ആയി പോവും. എന്നാൽ 30 - 30 0. നമുക്ക് ബാക്കി എന്തായിരിക്കും വരാൻ പോകുന്നത്? ആ 5/4 ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു 5/4 എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്കൗണ്ട് 1 ആൻഡ് ആ ഡിസ്കൗണ്ട് 2യുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമുക്ക് എന്തെന്ന് എടുക്കാം? 5/4 എന്ന് എടുക്കാം. അപ്പോൾ ആ 5/4 ആൻഡ് അതെന്താണ്? പെർസെൻറ്റേജ് കൂടിയാണ്. സോ 5/4%. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആക്ച്വലി രണ്ടും 30 ഉണ്ടെന്ന് നമുക്ക് 30നെ ഇഗ്നോർ ചെയ്യാം. എന്നാൽ അൾട്ടിമേറ്റ്ലി രണ്ടും മൈനസ് ചെയ്യാനാണ് പോകുന്നത്.
ഇനി നമുക്ക് നോക്കേണ്ടത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 3840 5/4% കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്കത് കണ്ടുപിടിക്കാം. സോ അവർ ചോദിച്ചിരിക്കുന്ന പോലെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 3840 ഇൻറ്റു അതിൻ്റെ 5/4% ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബൈ 100 കൂടി വരും. സോ ബൈ 100 കൂടി നമുക്ക് ഇവിടെ തന്നെ അങ്ങ് എടുത്തേക്കാം. സോ നമുക്കിനി ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ സീറോയും ക്യാൻസൽ ചെയ്യാം. നമുക്ക് അഗെയിൻ ഇവിടെ ഈ വാല്യൂവിൽ നിന്ന് 4 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 9 and 24 6 ടൈംസ് പോകും. സോ 96 എന്ന് വരും. അഗെയിൻ 96 ഒരു 2ഉം ഇവിടുത്തെ ഒരു 5 കൂടി എടുക്കുമ്പോൾ 2 × 5 10 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ 5ഉം ഇവിടുന്ന് ഇതിനെ ഒരു 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 48 എന്നും വരും. ആൻഡ് ഇവിടുന്ന് ഈ ഒരു 0 കൂടി ക്യാൻസൽ ആവും. നമുക്ക് ഇവിടുന്ന് ഒരു 2ഉം ഇവിടുന്ന് ഒരു 5 കൂടി ചേരുമ്പോൾ 10 വരും. ആ 10ഉം അവിടുത്തെ 10ഉം ക്യാൻസൽ ആവും. സോ ബാക്കി വരുന്നത് എന്ത് മാത്രമാണ്, ഒരു 48 മാത്രമാണ് ബാക്കി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ചോദിച്ചിരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 48 ആണ്. നോക്കിയേ, വളരെ സിമ്പിളായിട്ട്. അപ്പം നമുക്ക് ഇതും അതും അത്യാവശ്യം മൈൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഡിഫറൻസ് നമുക്കൊന്ന് മൈൻഡിൽ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒറ്റ സ്റ്റെപ്പ് മാത്രമായിരിക്കും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാൽക്കുലേഷനിൽ വരാൻ പോകുന്നത്. അപ്പോൾ എഴുതുന്നതും വളരെ അധികം കുറയ്ക്കാൻ നോക്കുക. ആൻഡ് ആൻസേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ മിനിമം 1 സ്റ്റെപ്പോ 2 സ്റ്റെപ്പിലോ കണ്ടുപിടിക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈം ലിമിറ്റിൽ നിന്നോട്ട് ക്വസ്റ്റ്യൻസിനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത അഗെയിൻ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഷോപ്പ് കീപ്പർ മേക്സ് a net profit of 44% on selling an article at successive discount of 10% and 20%. Find the net profit percentage if the shopkeeper sell the same article at a discount of 15%. അപ്പോൾ നമുക്ക് പറയുന്നത് ഒരു ഷോപ്പ് കീപ്പർ 44% പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിനെ സക്സസീവ് ഡിസ്കൗണ്ട്സിൽ വിൽക്കുമ്പോൾ ലൈക്ക് 10% and 20%. അങ്ങനെയാണെങ്കിൽ ആളുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആൾ ഇതേ സംഭവത്തിന് 15% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നെങ്കിൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ പ്രോഫിറ്റ് ഇത് അറിയണമെങ്കിൽ നമുക്ക് ആദ്യമേ കോസ്റ്റ് പ്രൈസ് അറിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വളരെ പെടുന്നത് കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടെ ഒരു സക്സസീവ് ഡിസ്കൗണ്ട് കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 44%. സോ ആ 44% പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ അത് കൂടാതെ നമുക്ക് എന്തും വേണം, ഡിസ്കൗണ്ടും വേണം. ഇപ്പം ഡിസ്കൗണ്ട് 2 സക്സസീവ് ഡിസ്കൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സക്സസീവിടെ നെറ്റ് ഡിസ്കൗണ്ട് എത്ര എന്നുള്ളത് നോക്കണം. സോ അങ്ങനെയാണെങ്കിൽ -10 -20 നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ -10 -20 -× പ്ലസ് 20 × 10 നമുക്ക് 200 എന്ന് വരും. 200/100 എന്ന് വരും. സോ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും -10 -20 നമുക്ക് -30 എന്ന് വരും. സോ ഇവിടുന്ന് -30യും ഇവിടെ നമുക്ക് ഈ 2 0 പോകുമ്പോൾ നമുക്ക് ഇവിടെ +2 എന്ന് വരും. സോ നമുക്ക് ഇവിടെ -30 + 2 നമുക്ക് -20 എന്ന് വരും. സോ ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്, 28% ഡിസ്കൗണ്ട് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പും പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമുക്ക് ഈ കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസിനെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് നമ്മൾ ഇതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്, നമ്മുടെ കോസ്റ്റ് പ്രൈസും അതുപോലെ തന്നെ മാർക്ക് പ്രൈസും ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെ സ്ഥലത്ത് 100 മൈനസ് ഡിസ്കൗണ്ട് എടുക്കുക, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എടുക്കുക. ആൻഡ് മാർക്ക് പ്രൈസിൻ്റെ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 100 + പ്രോഫിറ്റ് പെർസെൻറ്റേജ് എടുക്കുക. വളരെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് കിട്ടും, CPയും MPയും തമ്മിലുള്ള റിലേഷൻ കിട്ടും, SP ഇല്ലാതെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ കിട്ടിയ വാല്യൂസിന് ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്ര, 28 ആണ്. സോ അങ്ങനെ 100 - 28 നമുക്ക് എത്ര വരും, 72 എന്ന് വരും. ആൻഡ് ഇവിടെ പ്രോഫിറ്റ് എടുക്കുമ്പോഴോ നമുക്കിവിടെ പ്രോഫിറ്റ് 44 പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100 + 44 144 എന്ന് വരും. നോക്കിയാൽ നമുക്ക് CPയും MPയും തമ്മിലുള്ള റിലേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാനും പറ്റും. ബിക്കോസ് 72യുടെ ഡബിൾ ആണ് 144. അങ്ങനെയാണെങ്കിൽ ഇത് 1:2 റേഷ്യോ എന്ന് വരും. അപ്പോൾ നമ്മുടെ CPയും MPയും 1:2 റേഷ്യോയിലാണ് ഉള്ളത്. ഇനി ചോദിക്കുന്നത് നമ്മുടെ ഇതേ ആർട്ടിക്കിളിനെ 15% ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നതെങ്കിൽ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ 1ഉം 2ഉം വെച്ച് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ CPയും MPൻ്റെ കൂടെ ഈ 1:2 എന്നുള്ള റേഷ്യോനെ നമുക്ക് തൽക്കാലത്തേക്ക് 100:200 എന്ന് ആക്കാം. 1:2 എന്ന് പറഞ്ഞാൽ 100:200 ആണ്. ഇനി നമുക്കവിടെ പറയുന്നത് എന്താണ്, 15% ഡിസ്കൗണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ MRP 200 രൂപ ഉള്ള സാധനത്തിൻ്റെ മേളിൽ 15% ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ CP എന്ന് പറയുന്നത് 100 ആയിരിക്കും. പക്ഷെ നമ്മളിവിടെ ഈ ഒരു 200ൻ്റെ മേളിൽ നമ്മൾ
15% ഡിസ്കൗണ്ട് എടുത്താൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 200ൻ്റെ 15% എത്രയാണ്? 200ൻ്റെ 10 നമ്മുടെ 100ൻ്റെ 15% പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ 200ൻ്റെ 15% എത്ര ആയിരിക്കും? 30 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 200ൽ നിന്ന് 30 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് വിൽക്കുന്ന എത്രയിലായിരിക്കും? 170ലായിരിക്കും വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കി നമുക്ക് അവിടെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസിൻ്റെ ഒരു റേഷ്യോ കൂടി അവിടെ നിന്ന് കിട്ടുവാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും മൈനസ് ചെയ്തിട്ട്. ഇനി നമുക്കിവിടെ കുറച്ചുകൂടി എളുപ്പമാണ്. എന്തുകൊണ്ട്? നമ്മളിവിടെ കോസ്റ്റ് പ്രൈസിനെ എന്താക്കി തന്നെ എടുത്തു? 100 ആക്കി തന്നെ എടുത്തു, ബേസ് ആക്കി തന്നെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ 70 എന്ന് വരും. ആൻഡ് ആ 70% നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ കിട്ടുന്ന ക്വസ്റ്റിനെ നമ്മൾ എത്ര നല്ലപോലെ ആ വാല്യൂസിനെ അറേഞ്ച് ചെയ്ത് നമ്മൾ എടുക്കുന്നു, എത്ര നല്ലപോലെ നമ്മൾ അതിനെ സ്മാർട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ ബേസ് ഒക്കെ നോക്കി നമ്മൾ ചെയ്ത് വന്നപ്പോൾ തന്നെ അതിൻ്റെ ബേസ് അങ്ങ് 100 ആക്കി. അതുകൊണ്ടാണ് നമുക്ക് ആൻസർ എടുക്കാനകത്ത് ഒട്ടും സമയം എടുത്തില്ല. നമുക്ക് വേറൊരു കാൽക്കുലേഷനിലേക്ക് പോണ്ടി വന്നില്ല. ഡയറക്റ്റ്ലി 70% എന്നുള്ള ആൻസർ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ്ലി കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ ബി 70% ആണ് ആൻസർ. അപ്പോൾ നോക്കിയാൽ ഇത് നമുക്ക് മൈൻഡിൽ അത്യാവശ്യം ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു ഷോർട്ട് കട്ട് അറിയാവുന്ന ഒരാൾക്ക് ഇത് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ആൻഡ് ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് അഗെയിൻ മേ ബി മൈൻഡിൽ തന്നെ ഈ ഒരു കാര്യം എടുക്കാൻ പറ്റും. സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ 2 ക്വസ്റ്റ്യൻ ചെയ്തു. 2 ക്വസ്റ്റ്യനിലും നമ്മൾ വളരെ സ്മാർട്ടായിട്ടുള്ള അപ്രോച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സും ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി അടുത്തൊരു ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രന്റ് സിസ്റ്റം ബേസ്ഡുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. What will be the value of sin 30 degree, sin 40 degree, sin 50 degree, sin 60 degree by cos 30 degree, cos 40 degree, cos 50 degree and cos 60 degree? അപ്പോൾ നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാഡ്രന്റ് സിസ്റ്റം അറിയാം, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം നമ്മുടെ ക്വാഡ്രന്റ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 100 ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൈൻ 30യും ക്വാഡ്രന്റ് സിസ്റ്റം അനുസരിച്ച് സൈൻ 30യും കോസ് 60യുടെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ട്രിഗ്നോമെട്രിക് ടേബിൾ യൂസ് ചെയ്താലും മതി. നമ്മുടെ സൈൻ 30യുടെ വാല്യൂ എന്താ? 1/2 അല്ലേ? നമ്മുടെ കോസ് 60യുടെ വാല്യൂ എന്ത് തന്നെയാണ്? 1/2 ആണ്. അതുപോലെ നമുക്കിവിടെ സൈൻ 60 കൊടുത്തിട്ടുണ്ട്. സൈൻ 60യുടെ വാല്യൂ എന്താ? √3/2 അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കോസ് 30യുടെ വാല്യൂ എന്ത് തന്നെയാണ്? √3/2. നമ്മുടെ ഈ ക്വാഡ്രന്റ് സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ഈ ക്വാഡ്രന്റ് സിസ്റ്റം അനുസരിച്ച് നമുക്കിപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ എ പ്ലസ് ബി ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ സൈൻ എ എന്ന് പറയുന്ന എന്തിനും ഈക്വൽ ആയിരിക്കും? നമ്മുടെ കോസ് ബിക്ക് ഈക്വൽ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ വാല്യൂസ് ഈ ട്രിഗ്നോമെട്രിക് വാല്യൂസ് അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക് ടേബിളിലെ വാല്യൂസ് എടുക്കാതെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇവിടെ 30യും 60 90 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 30യും കോസ് 60 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ആദ്യം തന്നെ ഇത് ഇവിടുന്ന് ക്യാൻസൽ ആവും. അതേപോലെ അഗെയിൻ 30യും 60 90 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 60യും കോസ് 30 എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നിങ്ങൾക്ക് അത് ട്രിഗ്നോമെട്രിക് ടേബിളിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് കോസ് 40 കോസ് 50യുടെ വാല്യൂ അറിയത്തില്ല. പക്ഷേ സൈൻ 40യും കോസ് 50യും അതിലെ 40യും 50യും 90 അല്ലേ? അങ്ങനെയാണെങ്കിൽ സൈൻ 40യും കോസ് 50യും ക്യാൻസൽ ആയി പോകും. സിമിലർലി സൈൻ 15 കോസ് 40 എന്തേ ആയിപ്പോവും? ക്യാൻസൽ ആയി പോകും. സോ എല്ലാം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാക്കി എന്തേ ഉള്ളൂ? 1 അല്ലേ ഉള്ളൂ. സോ ആൻസർ എന്ത് വരും? ഡയറക്റ്റ്ലി ഓപ്ഷൻ ബി എന്ന് വരും, 1. നിങ്ങൾക്ക് എത്ര പെട്ടെന്നാണ് ആൻസർ വന്നത് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്വാഡ്രന്റ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ്സ് യൂസ് ചെയ്യുന്നത്, അത് ഫുള്ള് സോൾവ് ചെയ്യുന്നതിന് പകരം. അടുത്ത നമുക്കൊരു HCF LCMന്റെ ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. ചോദിക്കുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി HCF ആൻഡ് LCM ഓഫ് ദ നമ്പേഴ്സ് ഹൂസ് LCM ഈസ് 48 ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഈസ് 384. അപ്പോൾ നമുക്ക് ഒരു കൺസെപ്റ്റ് അറിയാം, HCFും LCM നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് കൂടി യൂസ് ചെയ്തിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ A ഇൻറ്റു ബി എന്ന് പറയുന്നത് HCF ഇൻറ്റു LCM ഓഫ് ആ നമ്പേഴ്സ് ആണ്. അപ്പം പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് ലൈക്ക് A ഇൻറ്റു ബി ഈക്വൽ ടു HCF ഇൻറ്റു LCM പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ അറിയാം? നമുക്കിവിടെ ഈ നമ്പേഴ്സിൻ്റെ LCM അറിയാം. LCM എന്ന് പറയുന്നത് എത്രയാണ്? 48 എന്നാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ അറിയാം? പ്രൊഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സും തന്നിട്ടുണ്ട് 384 എന്ന്. അങ്ങനെയാണെങ്കിൽ A ഇൻറ്റു ബി 384 ഈക്വൽ ടു HCF നമുക്ക് കണ്ടുപിടിക്കണം. HCF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്ന HCF LCMന്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ 48ഉം നമുക്ക് ഈ 384 കൂടി ഡയറക്റ്റ്ലി ക്യാൻസൽ ചെയ്യാം. 48 ഇൻറ്റു 8 ആണ് നമ്മുടെ 384 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് HCFന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 എന്ന് കിട്ടും. സോ HCF 8 ആണ് എങ്കിൽ നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്ന റേഷ്യോയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് HCF ആൻഡ് LCM ആണ് പറഞ്ഞിരിക്കുന്നത്. സോ HCF ആൻഡ് LCMന്റെ
റേഷ്യോയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ HCFന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്കിപ്പം കിട്ടിയത് 8 എന്നാണ്. അതിൻ്റെ LCMന്റെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഗിവൺ വാല്യൂ എത്രയാണ് 48 എന്നാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പം നമുക്ക് 8 വെച്ച് ക്യാൻസൽ ചെയ്താൽ 1:6 × 8 ആണ് 48. സോ 1:6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നോക്കിയേ, നമുക്ക് ഇതേപോലത്തെ ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് SSC CGLന്റെ എക്സാംസിലും നിങ്ങൾക്കറിയാം CGL മാത്രമല്ല ഈവൻ CHS-ലായാലും MTS ആയാലും എക്സാമിൽ ചോദിക്കാറുണ്ട്. പിന്നെ ഓരോ വട്ടവും ഓരോ എക്സാമിൽ ചോദിക്കുമ്പോൾ അതിൻ്റെ ലെവലിൽ കുറച്ച് വ്യത്യാസം കാണും. നമ്പേഴ്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, മേ ബി നമ്പേഴ്സിൽ വ്യത്യാസം കാണും. ബട്ട് അതർവൈസ് ഈ ഒരു കൺസെപ്റ്റ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റാണ്, നല്ലപോലെ അറിഞ്ഞിരിക്കുക. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷനിൽ 1:6 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, the price of a scooter increases successively by 10%, 5% and 15%. What is the total percentage increase in price of scooter? അപ്പോൾ അഗെയിൻ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ തന്നെ നമ്മുടെ സക്സസീവ് പെർസെൻറ്റേജ് ഇൻക്രീസിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3% വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? 3% വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ സക്സസീവിയുടെ തന്നെ കൺസെപ്റ്റ് എടുത്തിട്ട് അതിൽ 2 വാല്യൂ ആദ്യമേ നമ്മുടെ A+B+AB/100 എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആൻസറും മൂന്നാമത്തെ വാല്യൂ കൂടി തന്നേക്കുന്ന വാല്യൂ കൂടി വെച്ച് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയം നമുക്ക് കിട്ടുന്നതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അതർവൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വളരെ ലോജിക്കലി അതിനെ അപ്രോച്ച് ചെയ്യുക. വളരെ ലോജിക്കലി നമുക്ക് അതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാം. അപ്പം ഫോർമുല വെച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. നമുക്ക് അതല്ലാതെ ഒരു ലോജിക്കൽ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. വിചാരിച്ചുള്ളൂ നമ്മുടെ ഈ സ്കൂട്ടറിൻ്റെ MRP എന്ന് പറയുന്നത് ഓക്കെ, നമ്മുടെ സ്കൂട്ടറിൻ്റെ MRP അല്ല നമുക്കിവിടെ പറയുന്നത് പ്രൈസ് ഇൻക്രീസ് ആവുന്നു പറഞ്ഞില്ല. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്കൂട്ടറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിച്ചോളൂ, CP 100 ആണെന്ന് വിചാരിച്ചോളൂ. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? 10%, 5%, 15% ആണ് കൂടുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, എല്ലാവരും ആദ്യമേ എടുക്കുമ്പോൾ ഏതായിരിക്കും എടുക്കുന്നത്? 10 ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിൽ എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള വാല്യൂ ഏതാണ്? 10 ആണ്. അപ്പോൾ നമ്മൾ ആ എളുപ്പമുള്ള വാല്യൂവിനെ ആദ്യമേ എടുത്തങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് ചെയ്യാൻ എന്തായിരിക്കും? കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിന് പകരം നമുക്ക് അതിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാല്യൂ, ഇപ്പോൾ നമുക്ക് 3 വാല്യൂ നോക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പാടുള്ള വാല്യൂ നമുക്ക് തോന്നിയതാ 15. അപ്പോൾ നമ്മൾ 15 ആദ്യം അങ്ങ് എടുക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി അപ്പോഴും പലർക്കും വരുന്നൊരു ഡൗട്ട് ഉണ്ട്, നമ്മൾ 10, 5, 15 നല്ല ഓർഡർ വന്നേക്കുന്ന ഓർഡർ തെറ്റിച്ച് കഴിഞ്ഞാൽ ആൻസർ മാറത്തില്ല എന്നൊരു ഡൗട്ട് തോന്നാറുണ്ട്. ആൻസർ മാറത്തില്ല എന്നുള്ളതാണ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റ് കൂടിയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കൺസെപ്റ്റ് അല്ല, പെർസെൻറ്റേജിൻ്റെ കൺസെപ്റ്റാണ്. അതായത് നമ്മൾ ആ പെർസെൻറ്റേജിനെ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ആൻസർ മാറത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു പോകാം. അപ്പോൾ നമുക്ക് അതിൽ എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 15% ആദ്യമേ എടുക്കാം. അപ്പം ഇവിടെ പറയുന്ന അനുസരിച്ച് നമുക്ക് ആ പ്രൈസ് ഇൻക്രീസ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമേ നമുക്ക് 15% ഇൻക്രീസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 100ന്റെ 15% എത്രയാണ്? 15 ആണ്. ഇൻക്രീസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 100 + 15 നമുക്ക് 115 എന്ന് വരുന്നു. നോക്കിയപ്പോൾ എടുക്കാൻ ഏറ്റവും പാടുള്ള വാല്യൂ നമുക്ക് ആദ്യമേ വളരെ പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് ഏതെടുക്കാം? അടുത്ത നമുക്ക് 5% എടുക്കാം. പിന്നെ എടുക്കാൻ പാടുള്ള വാല്യൂ 5% ആണ്. സോ അങ്ങനെയാണെങ്കിൽ വീണ്ടും 5% ഇൻക്രീസ്. 115ന്റെ 5% എന്ന് പറയുമ്പോൾ അത് എത്ര വരും? 115ന്റെ 10% 11.5 വരും. അങ്ങനെയാണെങ്കിൽ 5% ഈ 11.5ൻ്റെയും പകുതി ആയിരിക്കും. 11.5ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് 5.75 വരും പകുതി എന്ന് പറയുമ്പോൾ. പിന്നെ ഇൻക്രീസ് ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? പ്ലസ് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ 115 + 5.75 നമുക്ക് എത്ര വരും? 120.75 എന്ന് വരും. ഇനി ഫൈനലി നമുക്കവിടെ എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള വാല്യൂ 10%. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ വലിയ ഇഷ്യൂ വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ 10% എടുത്ത് ആഡ് ചെയ്താൽ മാത്രം മതി. സോ 120.75. അപ്പോൾ നമുക്ക് 120.75 എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ 120 എടുത്താലും മതി. നമുക്ക് ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് അത് വെച്ച് തന്നെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. സോ 120യുടെ 10% എത്ര വരും? നമുക്ക് 12 എന്ന് വരും. ഇൻക്രീസ് ആയതുകൊണ്ട് പ്ലസ് വരും. 120യുടെ കൂടെ 12 കൂടി പ്ലസ് ചെയ്ത് എത്ര വരും? 132 എന്ന് വരും. 0.75 അവിടെ ഉണ്ടായതുകൊണ്ട് 0.75. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ചോദിച്ചേക്കുന്നത് എന്താണ് ടോട്ടൽ പെർസെൻറ്റേജ് ഇൻക്രീസ്. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 100ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എവിടെ വന്നാണ് നിന്നത്? 132.75. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഒരു ഇൻക്രീസിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 32.75% ആണ് നമുക്ക് അവിടുത്തെ ഇൻക്രീസിൻ്റെ ടോട്ടൽ ഇൻക്രീസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇനി ഓപ്ഷനിലേക്ക് പോകാം. സോ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ 32.75 ഓപ്ഷൻ നോക്കിയാൽ 32 റേഞ്ചിലോ അല്ലെങ്കിൽ 32 പോയിന്റ് വരുന്ന ഏത് ആൻസറാണ് ഉള്ളത്? അപ്പോൾ നമുക്ക് ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, 33/40 എന്ന് പറയുന്ന ഒറ്റ ഒരു വാല്യൂ. സോ അറൗണ്ട് നമുക്ക് ആ പറയുന്ന വാല്യൂടെ അടുപ്പിച്ചാണ് ഇതും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സാക്ട്ലി എടുക്കാതെ ഇവിടെ വരുമ്പോൾ നമ്മൾ അതിനെ ചെറുതായിട്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൻസറിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നത്. ബട്ട് ഓൾമോസ്റ്റ് അതിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 32 പോയിന്റ് വളരെ അടുത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ആൻസർ എത്ര വരും? 33/40% എന്ന ആൻസർ വരും. സോ നമ്മൾ ഈ ഒരു സെഷനിലും നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ തന്നെ നമ്മുടെ SSC CGLയുടെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ക്വസ്റ്റ്യൻസ് അതിനെ വളരെ പെട്ടെന്ന് എങ്ങനെ എടുക്കാം, ഫോർമുലയിലേക്ക് പോകാതെ. നിങ്ങൾക്കറിയാം നമ്മൾ ഇത് 5 ക്വസ്റ്റ്യൻ ചെയ്തു, 5 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യനിൽ പോലും നമ്മൾ ഫോർമുല ആയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ വളരെ സാധാരണ കൺസെപ്റ്റും ലോജിക്കൽ മെത്തേഡ്സും മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്, വളരെ ബേസിക് പെർസെൻറ്റേജ് കൺസെപ്റ്റും. സോ ഇങ്ങനെ എക്സാംസിൻ്റെ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകാതെ, ഒരുപാട് റഫ് കാൽക്കുലേഷനിലേക്ക് പോകാതെ നിങ്ങൾക്ക് ആൻസേഴ്സ് എടുക്കാൻ പറ്റും. ആൻഡ് ഇതേപോലത്തെ ഒരു അപ്രോച്ചാണ് നമുക്ക് എക്സാമിൽ വേണ്ടിയത്. അപ്പോൾ ആ ഒരു ചെറിയ സമയത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം ആൻഡ് പ്രോപ്പർലി ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതുകൂടാതെ ഓപ്ഷൻസും നല്ലപോലെ യൂസ് ചെയ്യാം. ഇനി വരാതിരിക്കുന്ന SSCയുടെ എക്സാംസ് നമുക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഇപ്പോഴൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവർ ആണ്, ലൈക്ക് റീസെൻ്റ്ലി പഠിക്കാൻ തുടങ്ങിയവരാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരാതിരിക്കുന്ന CGL കൂടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, നല്ലപോലെ ഫ്യൂച്ചറിൽ വരാതിരിക്കുന്ന CGL നല്ല സ്കോറോടെ നല്ല പോസ്റ്റിലേക്ക് എത്തണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് SSC CGL 2025 വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള SSC CGLയുടെ ബാച്ചുകൾ ഓൾറെഡി എൻട്രിയിൽ ലോഞ്ച് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8714764666 എന്ന് പറഞ്ഞ ഒരു നമ്പറിൽ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നമുക്കിനി അടുത്ത വർഷത്തെ CGL നോക്കുകയാണെങ്കിൽ, ഈ വർഷത്തെ ഡേറ്റ്സ് വെച്ച് തന്നെ അടുത്ത വർഷത്തെ CGL നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1 വർഷത്തോളം സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് നല്ലപോലെ സമയം എടുത്ത് Tier 1-നും Tier 2-നും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോകാനും, ആ ഒരു പ്രിപ്പറേഷൻ നമുക്ക് എക്സാമിൽ ഡെഫിനറ്റ്ലി CGL മാത്രമല്ല എൻ്റെ കൂടെ വരുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. നിങ്ങൾക്കറിയാം CHL ഉണ്ട്, MTS ഉണ്ട്, അതുപോലെ GD നമ്മുടെ ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ ഉണ്ട്, അതുപോലെ വേറെ റെയിൽവേയുടെയോ അല്ലാത്തയോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് എഴുതാനും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയവും നമുക്ക് CGL പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു എക്സാംസ് ഒക്കെ അതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കറിയാം വളരെ ഹ്യൂജ് വേക്കൻസിക്ക്, അത്യാവശ്യം ഒരു 7,000+ ആണ് ഏറ്റവും മിനിമം വിളിക്കുന്ന വേക്കൻസി. സോ അത്രയും വേക്കൻസിക്ക് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഏറ്റവും നല്ല പോസ്റ്റിലേക്കാണ് SSC CGL റിക്രൂട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ലോങ് ടേം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ബാച്ചസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി, ആദ്യമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ബാച്ചസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസ് ഒക്കെ തന്നെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഏറ്റവും ഷോർട്ടായിട്ട് ഏറ്റവും സ്മാർട്ടായിട്ട് ഈ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക എക്സാംസിൽ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇനി വരുന്ന സെഷനിൽ ഇതേപോലത്തെ ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.